ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും ഈ മനോഹരമായ മറ്റൊരു പ്രഭാതം സ്വർഗത്തിലെ നല്ലവനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്തു. അതിന് നന്ദി സൂചകമായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ദൈവം നമ്മളെ ഒരുക്കി, നമ്മളെ ഇവിടുന്ന് ബലപ്പെടുത്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ചിന്തിക്കുവാനുള്ള വേദഭാഗം എന്ന് പറയുന്നത് ശബത് വിശ്രമവും നിത്യതയിലെ ആനന്ദവും എന്നതാണ്. അതിന് ആധാരമായ വേദഭാഗം എടുത്തിരിക്കുന്നത് യെശയ്യാപ്രവചനം 66 അധ്യായം അതിൻ്റെ 23 വാക്യമാണ്. അത് വായിക്കുന്ന ഇങ്ങനെ: പിന്നെ അമാവാസി തോറും ശബത് തോറും സകല ജഡവും എൻ്റെ സന്നിധിയിൽ നമസ്കരിക്കാൻ വരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ശബത് എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു വിശ്രമത്തിൻ്റെ അനുഭവമാണ്. കാരണം ദൈവം തൻ്റെ സൃഷ്ടി, തൻ്റെ പ്രവൃത്തിയൊക്കെയും 6 ദിവസം കൊണ്ട് തികച്ചു എന്ന് നാം വചനത്തിൽ പഠിക്കുമ്പോൾ, 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു, ആ ദിവസത്തെ വിശുദ്ധിക്ക് വേർതിരിച്ചു തൻ്റെ ജനത്തിന് നൽകി, തൻ്റെ മക്കൾക്ക് നൽകി. അപ്പോൾ ദൈവം 7-ാം ദിവസത്തെ വിശുദ്ധീകരിച്ച് വേർതിരിച്ചു ഒരു വിശ്രമ അനുഭവത്തിൽ ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ആ വിശ്രമ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് അനുവർത്തിക്കേണ്ട ആവശ്യമുണ്ട്, അത് നാം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ആ വിശ്രമം എന്ന് പറയുന്നത് നമ്മുടേതായ മറ്റ് പ്രവർത്തനങ്ങളോടൊരു അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേർപെടുന്നു, ആ പ്രവർത്തനം നമ്മൾ മാറി നിൽക്കുന്നു മാത്രമല്ല, ദൈവത്തോട് ചേർന്നുള്ളൊരു വിശ്രമത്തിൻ്റെ അനുഭവം നമുക്ക് നൽകുന്നത് നാം ഇനി അനുഭവിക്കാൻ പോകുന്ന ഒരു നിത്യതയുടെ ആനന്ദത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് നമ്മളെ വളർത്തുവാനും നമ്മളെ ഉയർത്തുവാനുമാണ് ഈ ഭൂമിയിലെ വിശ്രമം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ ശബത് അനുസരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവിനോട് കൂടി നിത്യതയിൽ ശബത് അനുസരിക്കാനുള്ളൊരു അവകാശം ദൈവം നൽകിയിരിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ശബദിനെ മാനിക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏത് ദൈവമക്കൾക്കും നിത്യതയിൽ കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടി ശബത് ആചരിക്കുവാനും വിശ്രമ അനുഭവത്തിലേക്ക് വന്ന് ദൈവത്തോടൊത്ത് നിത്യ ആനന്ദം പങ്കിടുവാനും അല്ലെങ്കിൽ അത് അനുഭവിക്കുവാനും കഴിയുമെന്ന് വാഗ്ദത്തമുള്ളതിനാൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നാം ശബത്തിൽ വിശ്രമിച്ച് ദൈവത്തോട് കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ വിശുദ്ധ ശബത് അത് വിശുദ്ധമെന്ന് നാം ഉൾക്കൊണ്ടുകൊണ്ട് ആ വിശുദ്ധിയിൽ നമ്മളെ വേർതിരിച്ച് ഈ ഭൂമിയിൽ നാം ഈ വിശ്രമ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് യേശുക്രിസ്തു നമ്മെ ചേർക്കുവാൻ വന്ന് നമ്മളെ അവനോടൊപ്പം ചേർത്ത് ആ നിത്യരായിട്ട് നമ്മളെ അവകാശങ്ങളാക്കി തീർക്കുമ്പോൾ അവിടെ കർത്താവിനോട് കൂടി എന്നും നമുക്ക് ഒരു ശബത് അനുഭവത്തിൻ്റെ അനുഭവം മാത്രമല്ല, ഒരു വിശ്രമത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിത്യ ആനന്ദത്തിൻ്റെയും അനുഭവം നമുക്ക് പ്രദാനം ചെയ്യുവാൻ ദൈവം സന്തോഷമുള്ളവനും ദൈവം അതിനായിട്ട് കാത്തിരിക്കുന്നവനുമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ആ നിത്യതയിലെ സന്തോഷത്തിനും വിശ്രമ അനുഭവത്തിനും നമുക്ക് പ്രാപ്തമാവണമെങ്കിൽ, നമുക്കതിന് ഒരുങ്ങണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ആ ശബദിനെ മാനിച്ച് ആ വിശ്രമ അവസ്ഥയിൽ ദൈവത്തോടു കൂടി ആയിരിക്കാൻ നമുക്ക് കഴിയണം. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈ ചിന്തയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ശബത് ഒരു വിശ്രമവും നിത്യയിലൂടെ ആനന്ദവുമാകുന്നു എന്നടിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ഭൂമിയിൽ അടിയങ്ങൾ ശബത് അനുസരിച്ച് വിശ്രമം അനുഭവിച്ച് കർത്താവ് യേശുക്രിസ്തുവായിട്ടുള്ള നിത്യ ആനന്ദം പങ്കുവയ്ക്കുവാനുള്ള ഒരുക്കത്തിൽ അടിയങ്ങളായിരിക്കാൻ തക്കവണ്ണം ഓരോ ദിവസവും അടിയങ്ങളെ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് ജീവിപ്പാൻ അടിയങ്ങളോട് സഹായിക്കണം. ഈ ചിന്തയിൽ പങ്കുചേർന്ന എല്ലാവരുടെ മക്കളെയും ഈ വചനം ശ്രവിച്ചല്ല നിൻ്റെ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കൃപ ധാരാളമായി നൽകി അനുഗ്രഹിക്കണം. അവരുടെ എല്ലാ ജീവിതരംഗങ്ങളിലും അവിടുന്ന് കൂടിയിരിക്കണം. കർത്താവിൻ്റെ മക്കളായി ജീവിപ്പാൻ അവിടെ നിങ്ങൾ സഹായിക്കണം. മാനവത്തൊക്കെ തവർന്നെടുക്കണം. എല്ലാവരും നിങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുവിൻ നാം ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ.